കുട്ടിക്കാലം മുതൽ തന്നെ ലഹരിയുടെ പേര് കഞ്ചാവ് എന്നാണ്. ആധുനിക കാലത്ത് നിരവധി പുതുലഹരികൾ വന്നെങ്കിലും ലഹരിയുടെ പാരമ്യത്തിന്റെ പേരായി കഞ്ചാവ് നിലകൊണ്ടു. ഒരു ചെടി എന്ന നിലയിൽ കഞ്ചാവ് ദുർബലമാണ്. എന്നാൽ ദുർബലമായ ഒരു ചെടിയെക്കുറിച്ച് പറയാനല്ല, ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത അത്ര തടിയുള്ള ഒരു മഹാവൃക്ഷത്തെക്കുറിച്ച് പറയാനാണ് കഞ്ചാവ് എന്ന പുസ്തകത്തിലൂടെ താൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് ലിജീഷ് കുമാർ. ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ വായനക്കാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മമ്മൂട്ടി പ്രേമം പറയുന്നത് പോലെ പറയുന്ന, മമ്മൂട്ടി കരയുന്നത് പോലെ കരയുന്ന, മമ്മൂട്ടി നൃത്തം ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്യുന്ന ഒരാളാണ് മലയാളി പുരുഷനെന്ന് എഴുത്തുകാരൻ ലിജീഷ് കുമാർ. മമ്മൂട്ടിയുടെ മീറ്ററിലാണ് ജീവിതം എപ്പോഴും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയെ കുറിച്ച് എപ്പോഴും പറയുന്ന പരാതി അദ്ദേഹത്തിന് നൃത്തം ചെയ്യാൻ അറിയില്ല എന്നാണ്. അഭിനയത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മമ്മൂട്ടിക്ക് നൃത്തം വഴങ്ങില്ലെന്ന് താൻ വിശ്വസിക്കുന്നില്ല. മലയാളി മധ്യവർഗ പുരുഷ ജീവിതത്തിന്റെ നൃത്തം എങ്ങനെയെന്ന് പഠിച്ച് അതിനെ സിനിമയിൽ ആവിഷ്കരിക്കാനാണ് മമ്മൂട്ടി ശ്രമിച്ചത് എന്നാണ് തന്റെ വിലയിരുത്തലെന്നും ലിജീഷ് കുമാർ പറഞ്ഞു. എന്നാൽ മോഹൻലാൽ അങ്ങനെയല്ല. ഐ ലവ് യു എന്ന് അലറി വിളിച്ച് മോഹൻലാൽ ഓടുന്ന ഓട്ടം നമുക്ക് ജീവിതത്തിൽ ഓടാൻ കഴിയില്ലെന്നും ലിജീഷ് വ്യക്തമാക്കി. ലാലിനെ പോലെ പ്രേമം പറയാൻ കഴിയാത്ത, ലാലിനെ പോലെ നൃത്തം ചെയ്യാൻ അറിയാത്ത ജീവിതമുള്ളവർ ലാലിനെ സ്വപ്നം കണ്ടിരുന്നു. മമ്മൂട്ടി നാം ജീവിക്കുന്ന ജീവിതവും മോഹൻലാൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതവുമാണെന്ന് ലിജീഷ് കുമാർ വിലയിരുത്തുന്നു. നടി പാർവതി തിരുവോത്ത് കസബ എന്ന സിനിമയ്ക്കെതിരെ നടത്തിയ വിമർശനത്തോട് യോജിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. കസബ എന്ന സിനിമയിലെ പോലീസ് ഓഫീസർ വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ കഥാപാത്രത്തെ വഷളത്തരത്തിന്റെ പാരമ്യത്തിൽ ചെയ്യുക എന്നതാണ് മമ്മൂട്ടിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. എപ്പോഴും രാഷ്ട്രീയ ശരികളിൽ മാത്രം ഊന്നി നിൽക്കുന്ന കഥാപാത്രങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പാർവതി ഈ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ പൃഥ്വിരാജ്, പാർവതി എന്നിവർ അഭിനയിച്ച മൈ സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്നിരുന്നു. ആ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച ജയ് എന്ന കഥാപാത്രത്തിനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പാർവതിയുടെ നായിക കഥാപാത്രം ഇതിനെ എത്ര യൂറോയ്ക്ക് റോഡരികിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായി ശരിയായ ചോദ്യമല്ല. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇതിലും മോശമായ ഒരു ചോദ്യം ഉന്നയിക്കാനാവില്ല. ആ ചോദ്യം ചോദിക്കുന്ന നായികയാണ് മറ്റൊരു സിനിമയെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത്. പുരുഷന്മാർ സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല നവീകരിക്കേണ്ടത്. ഭാഷ നവീകരിക്കപ്പെടുക എന്നതിന് നാം അടിമുടി നവീകരിക്കുക എന്നതാണ് അർത്ഥമെന്നും ലിജീഷ് കുമാർ പറഞ്ഞു. ഉണ്ടാവുന്നത് ആ സിനിമക്കകത്ത് പൃഥ്വിരാജിന്റെ ജയ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് പാർവതിയുടെ നായിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജയ്യുടെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട സമയത്ത് ഇതിനെ എത്ര യൂറോയ്ക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം രാഷ്ട്രീയമായി ശരിയുള്ളൊരു ചോദ്യമല്ല.